പ്രിയ കൂട്ടുകാരെ നമസ്കാരം. നാളെ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെയും പഞ്ചായത്ത് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ പുതുപ്പള്ളി കവലയിൽ ഒരു കുറ്റവിചാരണ സദസ്സ് നടക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ LDF ഭരണമാണ് ഇവർ വിലയിരുത്തുന്നത്. അതിന് മുന്നോടിയായിട്ട് വാർഡ് മെമ്പർമാരും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ഒക്കെ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുകയാണ്. നമുക്ക് അവർ പറയുന്നത് എന്താണെന്നൊന്ന് കേൾക്കാം. നമസ്കാരം. ഇന്ന് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ കോൺഗ്രസിൻ്റെ മെമ്പർമാർ ഇന്നിവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരിച്ച LDF ഭരണത്തിൻ്റെ ജനദ്രോഹ നയങ്ങളെ ജനങ്ങളുടെ ഇടയിൽ തുറന്നു കാട്ടുന്നതിന് വേണ്ടി നാളെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ 17-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ പുതുപ്പള്ളി കവലയിൽ കുറ്റവിചാരണ സദസ്സ് നടത്തുകയാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ കോൺഗ്രസ് മെമ്പർമാരുടെ സഹകരണത്തോടെ കഴിഞ്ഞ 5 വർഷക്കാലം പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നടത്തിയ ജനദ്രോഹ നയങ്ങളെപ്പറ്റി വിശദീകരിക്കുന്നതിന് വേണ്ടി പാർലമെന്ററി പാർട്ടി ലീഡർ ശ്രീ ജിനു കെ പോളിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, നാളെ നമ്മുടെ പുതുപ്പള്ളി കവലയിൽ പുതുപ്പള്ളി പഞ്ചായത്തിനെതിരായി കുറ്റവിചാരണ സദസ്സ് നടത്തുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷം പുതുപ്പള്ളിയിൽ LDF ഭരിച്ചു വരികയാണ്. എന്നാൽ ഈ 5 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിരുന്ന ആസ്തികൾ, പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമീണ റോഡുകളടക്കം എല്ലാം പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ജലജീവൻ പദ്ധതി എന്ന് പറയുന്ന ഇന്ത്യ ഒട്ടാകെ നടന്നു വരുന്ന പദ്ധതിയാണ്. അത് ഇവർക്ക് നടത്താതിരിക്കാനും പറ്റില്ല. അത് തുടക്കമിട്ടു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇവർ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്, നമുക്കറിയാം, ഈ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് റോഡിൽ പൈപ്പിടാനായി PWD അനുമതി കൊടുത്തത് അവർ ആ മുഴുവൻ ഫണ്ടും വാങ്ങിച്ച് എടുത്തിട്ടാണ്. അവർ ഫണ്ട് കെട്ടിവെച്ചിട്ടാണ് അവർ അനുമതി കൊടുത്തത്. എന്നാൽ ഗ്രാമീണ റോഡുകൾ, പുതുപ്പള്ളി പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ, നടപ്പാതകളടക്കം കഴിഞ്ഞ ഭരണസമിതി പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ചിരുന്നതാണ്. അത് പൊട്ടിച്ചു കളയുന്നതിന് യാതൊരുവിധ ഫണ്ടും ഈ ജലജീവൻ മിഷന്റെ ഫണ്ട് പഞ്ചായത്തിൽ അടപ്പിക്കാതെയാണ് അതിനുള്ള അനുമതി കൊടുത്തത് എന്നുള്ളതാണ്. ഇത് നമ്മുടെ മെമ്പർമാരടക്കം ഞങ്ങളോട് പോലും ഈ കാര്യം പറഞ്ഞിരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് പൊട്ടിച്ച് കുറെ കാലം കഴിഞ്ഞപ്പം വാട്ടർ അതോറിറ്റി ഒരു മീറ്റിംഗ് വിളിക്കുമ്പോഴാണ് ഇത് പൊട്ടിച്ച റോഡുകൾ പഞ്ചായത്ത് തന്നെ നന്നാക്കണമെന്ന് നമ്മൾ പോലും അറിയുന്നത്. ഇത് പുതുപ്പള്ളി ജനങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ്. നമ്മുടെ എല്ലാ വാർഡുകളിലെയും റോഡുകൾ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഫണ്ടുകൾ കിട്ടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, സംസ്ഥാന ഗവൺമെന്റ്, ഇതെല്ലാം ഉണ്ടായിട്ട് ഇവർക്ക് ഈ കാര്യങ്ങൾ ക്രോഡീകരിച്ച് ഒരു കാര്യം പോലും ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായ കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ജലജീവന്റെ നമ്മൾ ആദ്യം പറഞ്ഞു, ജലജീവന്റെ ഈ പദ്ധതി ഈ 5 വർഷമായിട്ട് ഒന്നും ആയില്ല എന്നുള്ളതാണ്. പൈപ്പ് ഡീൽ തീർന്നിട്ടില്ല, ടാങ്കുകളുടെ പണി പൂർത്തീകരിച്ചിട്ടില്ല. അതിനൊക്കെ മുമ്പ് ആദ്യം തന്നെ കൊണ്ട് എല്ലാ വീടുകളിലും ഇതിന്റെ സംവിധാനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അതുവരെ തുരുമ്പെടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ റോഡുകൾ പൊട്ടിച്ച് കിടക്കുന്ന അതങ്ങനെ. ഇനി 2028 ആയാലേ തീരുള്ളൂ. കാരണം എന്നാണ് പറയുന്നത്. കാരണം ഈ കോൺട്രാക്ടർമാർ ആരും വർക്ക് എടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. അവർക്ക് ആർക്കും കാശ് കിട്ടുന്നില്ല. ഇതാണ് അവർ പറയുന്നത്. ഇപ്പൊ വർക്കുകൾ നടക്കാതിരിക്കുന്ന സാഹചര്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം പുതുപ്പള്ളി പഞ്ചായത്തിൽ നമുക്കറിയാം, ഈ തെരുവ് നായ്ക്കള് നമ്മുടെ എല്ലാ വാർഡിലും ഏറ്റവും ശല്യമായിരിക്കുക. തെരുവ് നായ്ക്കള് എല്ലായിടത്തു നിന്നും പരാതിയാണ്. നമ്മൾ പലതവണ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ വിഷയം എഴുതി കൊടുത്തതാണ്. ഈ 5 വർഷമായിട്ട് യാതൊരു കാര്യങ്ങളും ഇതിന് ചെയ്തിട്ടില്ല. ഈ അവസാന നിമിഷം ഇപ്പം ABCയുടെ പരിപാടികൾ ആലോചിച്ച് വരുന്നേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് തെരുവ് നായ ശല്യം. അതൊന്ന് കൃത്യമായിട്ട് പരിഹരിക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ എന്ന് പറയാതെ ഇവർ പല കാര്യങ്ങളിലും കൃത്യമായി രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളതാണ് പുതുപ്പള്ളിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഇവർ കാണിച്ച ഓരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രിയപ്പെട്ട MLA, നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ മരിച്ചു കഴിഞ്ഞുണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി റോഡുകളുടെ അവസ്ഥയെല്ലാം പറഞ്ഞു. അന്നേരം ഇത് പൊട്ടിച്ചു കിടക്കുന്ന ഈ വിഷയം, റോഡുകളുണ്ട്, ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ പ്രധാനമായിട്ട് അതിനകത്ത് പറഞ്ഞ ഒരു കാര്യമാണ് ഈ പഞ്ചായത്തിന്റെ മുൻവശത്തോടെയുള്ള റോഡ്. നമ്മൾ തന്നെ ബഹുമാനപ്പെട്ട MLA ചാണ്ടിയമ്മൻ MLA ആയ ശേഷം ആദ്യം നമ്മൾ പറഞ്ഞു, നമുക്ക് ആദ്യം തന്നെ ഫണ്ട് ഇതിന് കൊടുക്കണം എന്ന് പറഞ്ഞു. അതനുസരിച്ച് നമ്മൾ ഇത് പറഞ്ഞ പ്രകാരം അദ്ദേഹം അതിന് തയ്യാറാകുകയും
പഞ്ചായത്തിലെ ഏരിയയെ കൊണ്ട് നമ്മൾ ഒരു റഫ് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ഏകദേശം 30 ലക്ഷം രൂപയോളം അതിന് നല്ല രീതിയിൽ ചെയ്യണേ ആകുമെന്ന് പറഞ്ഞു. അത് ബഹുമാനപ്പെട്ട MLA സമ്മതിക്കുകയും ചെയ്ത്. ഈ വിവരം പഞ്ചായത്ത് പ്രസിഡന്റിനെ വൈസ് പ്രസിഡന്റിനെ ഞാൻ വിളിച്ചു പറഞ്ഞു. എന്നാൽ MLA പറഞ്ഞു ഞാൻ നേരിട്ട് വരാം, അവരുമായിട്ട് നമുക്കൊരു മീറ്റിംഗ് കൂടി ഈ കാര്യങ്ങൾ നമുക്ക് ഒന്ന് തീരുമാനിച്ചു പോകാം എന്ന് പറഞ്ഞു. അതനുസരിച്ച് MLA പഞ്ചായത്തിൽ വന്നപ്പോൾ ഇവര് ആ പരിപാടി ബഹിഷ്കരിച്ചു. നമ്മൾ നോക്കണം, ഒരു പഞ്ചായത്തിന്റെ വികസനം എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്ത് ഫണ്ടുകൾ കൊണ്ട് മാത്രമല്ല, ഈ MP MLA മാര് ഇവരെ എല്ലാം വിശ്വാസത്തിലെടുത്ത് ഇവരോട് കൂടെ നിന്ന് വേണം ഈ കാര്യങ്ങൾ ചെയ്ത് പഞ്ചായത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഈ ഒരു കാര്യത്തിൽ അവർ ബഹിഷ്കരിച്ച് ആ ഫണ്ട് ലഭിക്കുകയില്ലാത്ത സാഹചര്യം വേണ്ട എന്ന രീതിയിലേക്ക് അവർ പോയി. ഇപ്പം വീണ്ടും MLA ആ കാര്യങ്ങളിൽ ഇടപെട്ട് ഇപ്പൊ പണികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും, ഇവര് ഈ രാഷ്ട്രീയം കളിച്ച് കളഞ്ഞു കുളിച്ചത് പുതുപ്പള്ളിയുടെ 5 വർഷത്തെ വികസനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാറിന്റെ ഫണ്ട് 1 കോടി രൂപ മുടക്കി ഒരു മിനി സിവിൽ സ്റ്റേഷൻ തുടങ്ങിയുണ്ടായി. അതിന്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചു. രണ്ടാമത്തെ ഘട്ടം അടുത്ത ഫണ്ട് കണ്ടെത്തുന്നതിനോ അത് മുന്നോട്ട് അതിന്റെ മേൽ ഒരു പണികൾ പോലും തുടങ്ങാൻ ഈ 5 വർഷമായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പോ അവര് അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അടുത്ത ദിവസം വീണ്ടും അതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. അതിന്റെ പണി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കി. എന്നിട്ട് പണി തുടങ്ങാൻ പോകുന്നതിന് തന്നെ അതിനു മുമ്പ് തന്നെ അദ്ദേഹം അതിനുവേണ്ട ഉദ്ഘാടന ഡേറ്റ് തീരുമാനിച്ച് കാര്യങ്ങളുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഈ 5 വർഷമായിട്ട് ഇനി ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ വെറും 15 ദിവസമേ ഉള്ളൂ. അതിനുള്ളിൽ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷെ ജനങ്ങളെ പറ്റിക്കാനായിട്ട് ഇപ്പോൾ അടുത്ത പണി ഉദ്ഘാടനത്തിനായിട്ട് പോകാൻ തയ്യാറാകുകയാണ്. അതുപോലെ ഈ മിനി സിവിൽ സ്റ്റേഷൻ പണിക്കായിട്ട് കഴിഞ്ഞ ഭരണസമിതി ഇറങ്ങുന്ന സമയത്ത് റർബൻ മിഷന്റെ 1,40,00,000 രൂപ വെച്ചിട്ട് പോയതാണ്. ആ ഒരു കാര്യത്തിൽ ഒന്നും ചെയ്യാതെ അടുത്ത മാർച്ച് മാസമായപ്പോഴത്തേക്ക് ആ ഫണ്ട് തിരികെ പോയ സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ പുതുപ്പള്ളി ബസ് സ്റ്റാൻഡ്, നമുക്കറിയാം, ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടം പൊളിക്കുവാനായി കഴിഞ്ഞ ഭരണസമിതി അതിന്റെ എല്ലാ നിയമ നടപടികളും തീർത്ത് ഇറങ്ങിപ്പോയതാണ്. നമുക്കറിയാം, ഒരു ഭരണസമിതി പോയി അടുത്ത ഭരണസമിതി വന്നു കഴിഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂറ്റി ചെയ്യേണ്ടതാണ്. അവർ വന്നു പൊളിച്ചു കളഞ്ഞു എന്നുള്ളതല്ലാതെ അതിന്റെ സൈഡിൽ ഒരു പുതിയ ബിൽഡിംഗ് പണിയുവാനോ വേറെ ഏതെങ്കിലും ഒരു നടപടിക്ക് ഈ ബസ് സ്റ്റാൻഡിലുമായിട്ട് പോകുവാനോ ഇവർ ചെയ്തില്ല എന്നുള്ളതാണ്. ഒരു കാര്യം ഓർക്കണം, ഈ പൊളിച്ചു കളയുന്ന ബിൽഡിങ്ങിന് പകരം പുതിയ ബിൽഡിംഗ് പണിയുന്നതിന് അവിടെ 70 ലക്ഷം രൂപ കഴിഞ്ഞ ഭരണസമിതി ഫണ്ട് വകയിരുത്തിയിട്ട് പോയതാണ് റർബൻ മിഷന്റെ. അതും ഒന്നും ചെയ്യാതെ അടുത്ത മാർച്ച് ആയപ്പോൾ ആ ഫണ്ട് തിരികെ പോയി. അപ്പൊ ഇത് നമുക്ക് പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് അവർക്ക് ലഭിക്കേണ്ടിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും കളഞ്ഞ ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, എടുത്തു പറയാവുന്ന ധാരാളം കാര്യങ്ങൾ. ഒരു ടേക്ക് കെയർ ബ്രേക്ക് വഴിയിടങ്ങൾ 2 പണിതു, കൈതേപ്പാലത്തെ പണിതു, ലക്ഷങ്ങൾ മുടക്കി പണിതു, അവസാനം അത് പൊളിച്ചു കളയേണ്ടി വന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, പുതുപ്പള്ളി കവലയിലെ ഗ്രൗണ്ട്, പുതുപ്പള്ളിയിലെ ജനങ്ങൾ മുഴുവൻ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗ്രൗണ്ട്, വ്യായാമത്തിനായിക്കോട്ടെ നാടൻ പന്ത് കളിക്കായിക്കോട്ടെ, അത് കാട് പിടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് ഈ 5 വർഷമായി. നിരന്തരമായി അവിടെ സമരങ്ങൾ നടത്തി. നമ്മൾ പല പ്രാവശ്യം സമരം നടത്തി. MLA ഉൾപ്പെടെ അവിടെ വന്ന് സമരം ചെയ്തു. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഭരിക്കുന്നത് LDF. ഗ്രൗണ്ട് എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലാണ്. അതും LDF. ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്, ഇവിടെ സംസ്ഥാനത്തിന്റെ ആയിട്ടുള്ള മന്ത്രിയുണ്ട്. യാതൊരു ഇടപെടലുകളും നടത്തുവാനോ ഈ മണ്ണ് നീക്കം ചെയ്ത് ആ ഗ്രൗണ്ട് വൃത്തിയാക്കുവാൻ ഈ 5 വർഷമായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം പുതുപ്പള്ളിക്കാർക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ 2-3 പദ്ധതികൾ, ഇവിടെ പദ്ധതികളെല്ലാം വരുന്നത് കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുക, അതിന് മന്ത്രിമാർ വന്ന് ഉദ്ഘാടനം ചെയ്യുക, ലക്ഷങ്ങൾ പൊടിപൊടിക്കുക. പക്ഷെ ഈ പദ്ധതികൾ എങ്ങും ആകുന്നില്ല എന്നുള്ളതാണ്. വെണ്ണിമലയിൽ 2 പരിപാടികളാണ് പ്ലാൻ ചെയ്തത്. വനിതകൾക്കായി ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ്, അതിന്റെ ഉദ്ഘാടനം നമ്മൾ പോലും അറിഞ്ഞില്ല. കല്ലിട്ടത് നമ്മൾ മെമ്പർമാർ പോലും അറിയാതെ JCB-കാരനെ വൈകിട്ട് സൗകര്യം കിട്ടിയപ്പോൾ അന്ന് പെട്ടെന്ന് ചെയ്താന്ന് പറഞ്ഞു. അങ്ങനെ ഉദ്ഘാടനം ചെയ്തു, വർക്ക് കോൺട്രാക്ടർ കൊടുത്തു.
ലാസ്റ്റ് പണി നിർത്തി വെക്കേണ്ടതായിട്ട് വന്നു. ആ കോൺട്രാക്ടർ പഞ്ചായത്തിനെതിരെ കേസ് കൊടുക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ പല ഗ്രാമസഭകളിലും വന്ന നിരന്തരമായിട്ട് പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് യുവജനങ്ങൾക്ക് ടർഫ് പണിത് കൊടുക്കും. 40 ലക്ഷം രൂപ അതിന് മാറ്റി വെച്ചിരിക്കുക എന്നാ പറഞ്ഞു. ഈ 5 വർഷമായിട്ട് ടർഫിന്റെ പണി എവിടെയെങ്കിലും തുടങ്ങിയായിട്ട് നമ്മളാരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ വിവിധ മേഖലകളിൽ നമ്മുടെ പഞ്ചായത്തിനെ പിന്നോട്ടടിക്കുവാൻ ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണമായി എന്നുള്ളതാണ്. ഇതിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധം നാളെ പുതുപ്പള്ളി കവലയിൽ, ഇതെല്ലാം ധാരാളം കാര്യങ്ങൾ ഇനിയുമുണ്ട്, എല്ലാം ഒരു കുറ്റപത്രമായി നമ്മൾ ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കും. ഈ കഴിഞ്ഞ 5 വർഷത്തെ ഈ പുതുപ്പള്ളിയിലെ LDFന്റെ ഭരണം പുതുപ്പള്ളിക്കാർ അങ്ങേയറ്റം വെറുത്തുപോയ സാഹചര്യത്തിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നാളെ പുതുപ്പള്ളി കവലയിൽ നടക്കുന്ന കുറ്റവിചാരണ സദസ്സിലൂടെ ഉണ്ടാകുന്നത്. അതിനെല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.